കൂട്ടിക്കടയിൽ റെയിൽവേ ഗേറ്റിൽ വലിയ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. ട്രെയിൻ കടന്നു പോകുമ്പോൾ റെയിൽവേ ഗേറ്റ് അടച്ചില്ല. ട്രെയിൻ നിർത്തിയിടേണ്ടി വന്നു. ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ സമയം വാഹനങ്ങൾ ലെവൽ ക്രോസിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. വലിയ അപകടമാണ് ഒഴിവായത്. ഗേറ്റ് അടയ്ക്കുന്നതിനിടെ ഗേറ്റിലെ ഇരുമ്പ് കമ്പി തലയിൽ തട്ടി സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലം കൂട്ടിക്കടയിലെ റെയിൽവേ ഗേറ്റിലാണ് ഈ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, എന്താണ് ശരിക്കും സംഭവിച്ചത്? എങ്ങനെയാണ് ഇങ്ങനെ ഈ ഗേറ്റ് അടയ്ക്കാൻ പറ്റാത്ത സംഭവം ഉണ്ടായത്? ജീവനക്കാരുണ്ടായിരുന്നില്ലേ? മഞ്ജുഷ്, വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. റെയിൽവേ ഗേറ്റ് അടയ്ക്കാൻ വൈകിയതിനെ തുടർന്ന് ട്രെയിൻ ഗേറ്റിന് സമീപം നിർത്തിയിടേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് കൂട്ടിക്കട റെയിൽവേ ഗേറ്റിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ട്രെയിൻ പോകുവാനായി ഗേറ്റ് അടയ്ക്കുന്നതിനിടെ ഗേറ്റിൽ ഇരുമ്പ് കമ്പി തലയിൽ തട്ടി ഒരു സ്കൂട്ടർ യാത്രികൻ വീണ് പരിക്കേറ്റ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരെ രക്ഷിച്ചു മാറ്റുന്നതിനിടെ മറ്റു വാഹനങ്ങൾ കൂടി ഗേറ്റിനുള്ളിലേക്ക് കടന്നു വരികയും ചെയ്തു. ഗേറ്റ് അടയ്ക്കുവാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു ആ സമയം ഉണ്ടായത്. ഈ സമയത്താണ് ഇതിനിടെ മയ്യനാട് ഭാഗത്തു നിന്നും ട്രെയിൻ എത്തുകയും ചെയ്തു. പാളത്തിനും ഗേറ്റിനും ഇടയിൽ ഒരു കാർ അകപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. നാട്ടുകാർ പരിഭ്രാന്തിയിലാവുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. എന്നാൽ സിഗ്നൽ ലഭിക്കാത്തതിനാലാണ് ഈ ലോക്കോ പൈലറ്റ് ട്രെയിൻ ഗേറ്റിന് സമീപം നിർത്തിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് വിശദീകരണം നൽകിയിരിക്കുന്നതും. ഒടുവിൽ ആ കാർ കടത്തിവിട്ട ശേഷമാണ് ട്രെയിൻ പോവുകയും ചെയ്തത്. മഞ്ജുഷ്, ഭാഗ്യത്തിനുള്ള രക്ഷപ്പെടലായിരുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നു. റെയിൽവേ ഗേറ്റ് അടച്ചിരുന്നില്ല. റെയിൽവേ ഗേറ്റ് അടയ്ക്കാൻ വൈകിയതിനാൽ ഒരു കാർ കണ്ടില്ലേ? കാർ റെയിൽവേ പാളം കടന്ന് ഗേറ്റിന്റെ സമീപത്തേക്ക് നീങ്ങുന്നതും കാണാം. എന്തായാലും ഭാഗ്യം കൊണ്ട് ഈ വലിയൊരു അപകടമാണ് ഒഴിവായത്. ട്രെയിൻ ഗേറ്റിന് തൊട്ടരികെ നിർത്തിയിടുകയും ചെയ്തു.